ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തല്ലികൊള്ളി. അപ്പോൾ നമ്മളിന്ന് സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു സാലഡ് ഉണ്ടാക്കുന്നത് ബിരിയാണിക്കും അതേപോലെ തന്നെ ചോറിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ സാലഡ് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം സവാള എടുക്കുക. സവാള തൊലി കളഞ്ഞ് ഇതാ കുനാന്നിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. നൈസായി കട്ട് ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വലിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഏറ്റവും നല്ലത് കുനാന്ന് കട്ട് ചെയ്യലാണേ. അപ്പോൾ നമ്മൾ 2 സവാളയാണ് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. അത് നമ്മൾ നന്നായി നൈസായിട്ട് കട്ട് ചെയ്യുക. സവാള നുറുക്കുമ്പോൾ കണ്ണ് നീറുമെന്ന് ബുദ്ധിമുട്ടുള്ളവരെല്ലാവരും ചോപ്പർ ഉപയോഗിച്ച് നുറുക്കുക കേട്ടോ. പക്ഷേ ചെറുതായി നുറുക്കുക. ഒരുപാട് എന്താ പറയുക, ജ്യൂസി ആവരുത്, നമുക്ക് കടിക്കാൻ കിട്ടണം. അടുത്താണ് നമ്മുടെ തക്കാളി എടുക്കുക. ഇതുപോലെ ഒരു തക്കാളി എടുത്തിട്ട് ഇതേപോലെ ചെറുതായി നുറുക്കുക കേട്ടോ. നമ്മളെല്ലാവരും കുഞ്ഞ് പീസ് ഉണ്ടാക്കലാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല കത്തി യൂസ് ചെയ്യാൻ തക്കാളി നുറുക്കുമ്പോൾ പണി കിട്ടും. ഓക്കെ, അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് വേണം ഇത് നുറുക്കാൻ കേട്ടോ. അങ്ങനെ തക്കാളി നുറുക്കുന്ന ഗ്യാപ്പിലുണ്ടല്ലോ നമ്മളൊരു വലിയ പാത്രം വെക്കുക കേട്ടോ. ആ പാത്രത്തിലോട്ട് വേണം നമ്മൾ ഈ സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചതില്ലേ അതൊക്കെ ഇടുക. അത്യാവശ്യം നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് സാലഡ് വേണ്ടത് അത്ര ക്വാണ്ടിറ്റിയിലുള്ള അത് കൊള്ളാവുന്ന വിധത്തിലുള്ളൊരു പാത്രം എടുത്ത് വയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളിതാ പച്ചമുളക് എടുക്കുകയാണ്. 2-3 പച്ചമുളകാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിതാ ഇങ്ങനെ കുനാന്ന് നുറുക്കുക, ഭയങ്കര ചെറുതാക്കി നുറുക്കുക കേട്ടോ. എന്നിട്ട് അതും അതിലേക്ക് ഇടുക. നമ്മൾ ഒരെണ്ണം നുറുക്കിയിട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് 2-ാമത്തെയും 3-ാമത്തെയും നുറുക്കിയിടാം കേട്ടോ. അതുപോലെ ചെറുതായി നുറുക്കുക. പിന്നെ ചെറുതായി നുറുക്കുമ്പോൾ നമ്മുടെ കൈ വെട്ടിപ്പോവാതിരിക്കാൻ നോക്കണം. വളരെ ശ്രദ്ധിച്ച് മാത്രം എല്ലാവരും ചെയ്യുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരെണ്ണം കൂടി അരിയാനുണ്ട്. അതും കൂടി അരിഞ്ഞിട്ട് നമുക്ക് വേഗമാക്കാം. പിന്നെ ഇതിൽ ഇത്ര മാത്രമാണെന്ന് ഒന്നുമില്ല. നമുക്ക് എന്തൊക്കെ പച്ചക്കറികളാണ് ഇടാൻ ഇഷ്ടമുള്ളത്. ചിലർക്ക് മല്ലിയില ഇടാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് വേറെ പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. ഇപ്പോൾ സാലഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ഫുഡല്ലേ, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പോഷക ആഹാരമാണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അത്രയും നല്ല ഫുഡാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള വെജീസ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇതന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. എത്ര ക്വാണ്ടിറ്റിയാണോ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പിടുക. ആദ്യം ഉപ്പിൻ്റെ കേസിൽ ഡൗട്ടുള്ളവരാച്ചാൽ ആദ്യം കുറച്ചിടുക, എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം നമ്മൾ 2ാമത് ഇടുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിയിലയാണ് ഇടുന്നത്. കുറച്ച് മല്ലിയില കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇടുക കേട്ടോ. ആ ഒരു സമയത്താണ് കേട്ടോ ഇവിടെ ഒരു കുക്കുമ്പർ ഇരിക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ആ കുക്കുമ്പർ എടുത്തു, പിന്നെ അത് നുറുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതേ കുക്കുമ്പർ എടുത്തു. കുക്കുമ്പർ നുറുക്കാനുള്ള എളുപ്പവഴി സാലഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. കുക്കുമ്പറിനെ 2ആയി കട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ നിർത്തി വെച്ചിട്ട് നമ്മൾ കുഞ്ഞു കഷ്ണമാക്കുക. അതിന് ശേഷം അതിനെ കിടത്തി വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്യുക കേട്ടോ. പറയുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ട്. അന്നേരം നിങ്ങൾ വീഡിയോ ഒന്ന് ബാക്ക് അടച്ച് നോക്കിയിട്ട് ഡൗട്ടുള്ളവർ നോക്കുക കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ മാറും. ഇങ്ങനെ ചെറുതായി നുറുക്കുക കേട്ടോ. കുക്കുമ്പർ അല്ലെങ്കിൽ നമ്മൾ വട്ടത്തിലൊക്കെയാണ് പൊതുവേ നുറുക്കാറ്. അപ്പോൾ ഇങ്ങനെ നുറുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. കട്ട് ചെയ്യാനും ഒരേപോലത്തെ പീസ് കിട്ടാനും എളുപ്പമാണ്. കുറേ പേർക്ക് അറിയുമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ പറഞ്ഞത്. അതിന് മുമ്പ് ഈ തൊലി കളയേണ്ടവർക്ക് തൊലി കളയാട്ടോ കുക്കുമ്പറിൻ്റെ. ചിലവരൊക്കെ തൊലി കളയാതെ അപ്പോൾ അങ്ങനെ ചേർക്കാൻ പറ്റിയൊരു പച്ചക്കറിയാണ് ക്യാരറ്റ് എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അറിയുന്നവർ കമന്റ് ചെയ്യാട്ടോ. ചിലവരൊക്കെ സാലഡ് നമ്മൾ ചെത്തി കളഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് നുറുക്കുന്നത്. എല്ലാം നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ സാലഡ് എന്ന് പറഞ്ഞ ഒരു റിച്ച് ഫുഡാണ്. പക്ഷേ ഇതിൽ കോമൺ ആയിട്ട് ചേർക്കുന്നതാണ് ഒനിയൻ, ഗ്രീൻ ചില്ലി, കുക്കുംബർ, ടൊമാറ്റോ, ഇതൊക്കെ കേട്ടോ. നമ്മൾ ഇന്ന് ഒരു സാധാരണ ഒരു സാലഡാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു സാലഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ കുക്കുംബറും ഇതവിടെ നുറുക്കി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കിനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് മിക്സിങ് ആണ് കേട്ടോ. അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. ഇനി നമ്മളിതിലോട്ട് തൈരാണ് കേട്ടോ ഇടുന്നത്. തൈര് എന്ന് പറയുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് പശുവിൻ്റെ കിട്ടുവെച്ചാൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷെ അതിന്
പലതിനും പുളി നോക്കിയിട്ട് വേണം. ഇത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഇപ്പോൾ വെള്ളം പോലെ ഇല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഇത് ലൂസാവട്ടെ വരുന്നത്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ച് നേരം വെക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുക. കൈ കൊണ്ട് ഞെരടുന്നതും കൂടുതൽ നല്ലതാണ് കേട്ടോ, ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം ഇത് കൈ കൊണ്ട് ഞെരടിയതിന് ശേഷം തൈര് ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതേ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 2 കപ്പ് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കപ്പ് ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ 2ാമത്തെ കപ്പ് ചേർത്തിട്ട് ഒന്ന് റഫായിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2ാമത്തെ കപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് ലൂസാവുന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല ലൂസിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ സാലഡൊക്കെ ടേസ്റ്റ് നോക്കാൻ ഞാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടനാണ് അപ്പോൾ സാലഡ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് പറയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ സാലഡിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.